കർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ഇരിക്കാൻ സൗകര്യമുള്ള ദയവായിട്ടിരിക്കണം. ഞങ്ങളുടെ ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട പൈനാടത്തച്ഛ, CMIയുടെ സഭയുടെ ജനറൽ ആച്ചാണ്ടിയച്ഛ, പൂനെയിൽ നിന്ന് ഈ കാര്യത്തിന് വേണ്ടി മാത്രം ഓടിയെത്തിയ ജോയ്സച്ച, തോമസ് ജോസഫ് കുടിയനച്ഛന്മാരെ, ഇവിടുത്തെ വികാരി വൈക്കം ഫൊറനാപ്പള്ളി പോളച്ച, പുതുവാച്ച, സ്നേഹമുള്ള മറ്റു വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, മഠത്തിലെ മദറെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അക്ഷരജ്ഞാനത്തിൻ്റെ ആത്മീയ വെളിച്ചം അനേകം തലമുറകൾക്ക് പകർന്ന വെളിച്ചം തന്നെയായ ദൈവത്തിങ്കിലേക്കുള്ള യാത്രയിലാണ് നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചി. 1000 പൂർണ്ണ ചന്ദമരായി കണ്ടെങ്കിലും അമ്മച്ചിയുടെ പെൺമക്കൾക്ക് അമ്മച്ചിയെ കണ്ട് കൊതു തീർന്നിട്ടില്ല. അതുകൊണ്ടാണ് അവരൊന്ന് ദുഃഖിതനായിട്ട് അമ്മച്ചിൻ്റെ അരികിൽ നിൽക്കുക. 4 പെൺകുട്ടികൾക്കും 4 ആണുങ്ങൾക്കും ജന്മം കൊടുത്ത് അവരായിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളും, പ്രത്യേകിച്ച് ഞാൻ അറിയുന്നവര്, ദൈവോചന പ്രഘോഷണത്തിലൂടെയും അക്ഷരജ്ഞാനം പകർന്നു കൊടുക്കലിലൂടെയുള്ള അമ്മച്ചിയുടെ മഹനീയമായ ദൗത്യം തുടരുകയാണ്. ആലഞ്ചേരി പിതാവ് ഇവിടെയുള്ള പിതാവ് സാംഗ്ലി മിഷന് ജോലിക്ക് വേണ്ടി പോയിരിക്കുകയാണ് പിതാവിൻ്റെ പേരിൽ. മറ്റൊരു സ്ഥലത്തായിരിക്കുന്ന പുത്തമിടിൽ പിതാവിൻ്റെ പേരിൽ, എന്നും ഈ കുടുംബ സുഹൃത്തായിരുന്ന ചക്കിത്ത് പിതാവിൻ്റെ പേരിൽ, എൻ്റെ വ്യക്തിപരമായ പേരിൽ ഞങ്ങൾ ഏറ്റവും അധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന തോമസ് പോളിനോടും ഈ കുടുംബത്തിലെ മറ്റെല്ലാ മക്കളോടും, അമ്മച്ചിക്ക് ഒത്തിരി കുഞ്ഞു മരുമക്കളൊക്കെയുണ്ട്, അവരെല്ലാവരോടും സുഹൃത്തുക്കളോടും അമ്മച്ചി പഠിപ്പിച്ച് ജ്ഞാനത്തിന് വെളിച്ചം പകർന്നു നൽകിയ അനേകരോടും, പ്രത്യേകിച്ച് ഇടവകയിലെ ഓരോ ജനത്തോടും ഞങ്ങളുടെ വാത്സല്യവും സ്നേഹവും ആദരവും അറിയിക്കുകയാണ്. നമ്മുടെ സഭയിലെ ഒരു പ്രധാനമായ കാര്യം, നമ്മളിങ്ങനെയുള്ള കുദാശകൾക്ക് വേണ്ടി വരുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് വേണ്ടി പകർന്നു നൽകപ്പെടുകയാണ് വചനത്തിലൂടെ. ഊഷരമായ നമ്മുടെ മനസ്സുകളിൽ ശാന്തിയുടെ മഴ പെയ്യിക്കുവാനായിട്ട് എന്നും നിത്യനൂതനമായ വചനം പെയ്തിറങ്ങുകയാണ്. കാലാവസ്ഥ ചൂടാണെങ്കിൽ തന്നെ ആ വചനം വായിച്ചു കഴിയുമ്പോൾ ഒരു ശീതളിമ നമ്മുടെ ഹൃദയത്തെ ആർന്നു പിടിക്കാറുണ്ട്. അതിൻ്റെ കാരണം നിത്യസത്യമായ ദൈവത്തിങ്കിലേക്കുള്ള അനന്തമായ യാത്രയിൽ മനുഷ്യാത്മാവ് എന്തിനു വേണ്ടി കുതിച്ചുവോ അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നതായ സുന്ദരമായ നിമിഷങ്ങളിലൂടെ അമ്മച്ചി കടന്നു പോവുകയാണ്. അസൂയ വഹമാനി നിമിഷം കാരണം നമ്മളെല്ലാവരും കാണുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ മുഖാമുഖം കണ്ട് താൻ എന്നും വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ അനന്തമായ അർത്ഥം അമ്മച്ചി മനസ്സിലാക്കിയാണ്. ഈ അവസരത്തിൽ എൻ്റെ മനസ്സിലേക്ക് വരിക, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ വളരെ ഹൃദയസ്പർശിയും വികാര നിർഭരവുമായ ഒരു കാര്യം നടക്കുന്നത് നമ്മൾ വായിക്കാറുണ്ട്. 40 വർഷക്കാലം ഈ ജനതയെയും കൊണ്ട് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നവനായ മോശ, കാറ്റിലും കോളിലും നമ്മൾ വായിക്കുന്നുണ്ട്. രാത്രികാലങ്ങളിൽ അഗ്നിസ്തംഭമായിട്ടും പകൽ സമയത്ത് മേഘത്തൂണായിട്ടും മരുഭൂമിയിൽ വെള്ളമായിട്ടും അപ്പമായിട്ടുമൊക്കെ ഇറങ്ങിയ ദൈവത്തിൻ്റെ അനന്തമായ അത്ഭുതങ്ങൾ നിരന്തരമായ ജനത്തിനു വേണ്ടി പറഞ്ഞു കൊടുത്തിരുന്നവനായ മോശ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ലോകം കണ്ടതിൽ ഏറ്റവും സൗമ്യനായ മനുഷ്യനാണെന്ന് അറിയപ്പെട്ടിരുന്നവനായ മോശ. ആ മോശയുടെ ഏകദേശം 40 വർഷം കഴിയുമ്പോൾ ദൈവം മോശയെ കണ്ടുമുട്ടിയ ഒരു കാര്യം പറയുന്നുണ്ട്. ഹൃദയഭേദകമാണിത്, പക്ഷെ ദൈവം നേരിട്ട് പറയുകയാണ് മോശയോട്, മോശയെ, നീ എനിക്ക് പ്രിയപ്പെട്ട മകനാണ്, ഞാൻ നിന്നെ എന്ന് സ്നേഹിക്കുന്നുണ്ട്, നിന്നിൽ എനിക്ക് വലിയ വിശ്വാസമുണ്ട്. എങ്കിൽ തന്നെ ജനങ്ങൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന കാനാൻ ദേശത്തേക്ക് നീ കാലുകുത്തുവാനായിട്ട് പോകുന്നില്ല. മോശ ഉടനെ ചോദിച്ചു, ദൈവമേ, അത് എന്തുകൊണ്ടാണ്? എനിക്ക് ചോദിക്കാൻ അവകാശമില്ല, ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അത് കാണുവാനായിട്ട് എനിക്ക് സാധിക്കാത്തത്? ദൈവം പറഞ്ഞു, എങ്ങനെയോ യാത്രയിൽ നീ വിശ്വാസക്കുറവ് കാണിച്ചിട്ടുണ്ട്, എൻ്റെ ഹൃദയത്തെ നീ വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിന്റെ ജനതയോടെ പ്രവേശിക്കും, നീ അതിനെ പുറത്തു വെച്ച് നീ മൃതരുടെ കൂട്ടത്തിൽ ചേരുമെന്ന് മോശയോട് പറയുന്നുണ്ട്. കർത്താവിനെ കണ്ടതിന് ശേഷം വരുന്ന മോശ ജോഷുവായെ മഹ്റോനിയൊക്കെ വിളിച്ചുകൊണ്ട് നടത്തുന്ന ചെറിയൊരു സമ്മേളനമുണ്ട്. ആ സമ്മേളനത്തിൽ തൻ്റെ ഈ കാര്യം, കാരണം
ആ കാര്യത്തിൽ പോലും ദൈവത്തോട് അടുത്ത് നിൽക്കുന്നതിനായ മോശ പറഞ്ഞു, ദൈവത്തിന്റെ ഇഷ്ടം ഇതാണെങ്കിൽ അങ്ങനെയാണ് സംഭവിക്കുവാൻ പോവുകയാണ്. ഞാൻ മരിച്ച പൂർവീകന്മാരുടെ ചേരും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യണം. ഇവിടുത്തെ കൂടാരങ്ങൾ പൊളിച്ച് കാനാൻ ദേശത്തേക്കുള്ള അടുത്ത യാത്രയിൽ എൻ്റെ അവശിഷ്ടങ്ങൾ താങ്ങിയെടുത്തുകൊണ്ട് വേണം നിങ്ങൾ പോകുവാനായിട്ട്. ആ മണ്ണിൽ കാലുകുത്തി ദൈവത്തിന് ദഹനബലി അർപ്പിച്ചു കഴിയുമ്പോൾ എൻ്റെ പൂജ്യമായ അവശിഷ്ടങ്ങൾ അവിടെ നിക്ഷേപിക്കണമെന്ന് മോശ പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ കണ്ണാടിയിൽ എന്ന പോലെ കാണുന്നതായി യാഥാർത്ഥ്യം പുതിയ നിയമത്തിലെ യാഥാർത്ഥ്യമായിട്ട് തീരുകയാണ്. അത് അമ്മച്ചിയുടെ മൃതദേഹം നമ്മൾ ചേന്ദമംഗലം പള്ളിയിൽ അടക്കി കഴിയുമ്പോൾ അതിൻ്റെ പാവനമായ ആത്മാവ് ദൈവത്തെ കാണുവാനായിട്ട് സ്വർഗീയ രാജ്യത്തിൽ എത്തിച്ചേർന്നിരിക്കും. പൗലോസ് പിന്നീട് പറയുന്നുണ്ട്, നമ്മളെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി മരിക്കുകയും ചെയ്തവനായ മിശിഹ, ആ മിശിഹായോട് ഒട്ടിച്ചേർന്ന് നിൽക്കുമെങ്കിൽ അവന്റെ ജീവിതത്തിലും മരണത്തിലും പുനരുത്ഥാനത്തിലും നമ്മൾ പങ്കാളികളായി തീരും. തോമസ് പോൾ വഴിയായിട്ട് എനിക്കറിയുവാൻ സാധിച്ചത്, നല്ലൊരു കുടുംബിനിയായിട്ട്, വിശ്വാസം പകർന്നു കൊടുക്കുന്ന നിലവിളക്കായിട്ട്, തനിക്ക് നൽകപ്പെട്ട മക്കളെ ആഴമായിട്ട് സ്നേഹിച്ചുകൊണ്ട്, മാത്രമല്ല ഒരു കുടുംബം പോലുള്ള ഇടവകയിൽ വിശ്വാസ വെളിച്ചമായി ജ്വലിച്ചു നിന്നുകൊണ്ട് ഈ അമ്മച്ചി എരിഞ്ഞു തീരുകയായിരുന്നു. ഇന്നതിന് അന്ത്യം കുറിക്കുകയാണ്. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ഈ മൃതദേഹവുമായിട്ട് ദേവാലയത്തിലേക്ക് പോകും. അവിടെ ദൈവത്തോട് ആ അൽത്താരയിൽ വിട പറഞ്ഞിട്ട് സെമിത്തേരിയിലേക്ക് എന്നേക്കുമായിട്ടുള്ള വിശ്രമത്തിനായിട്ട് അമ്മച്ചു പോവുകയാണ്. പക്ഷേ നമുക്കറിയാം, നമ്മുടെ വിശ്വാസം അവിടെ നിൽക്കുന്നില്ല. മോശയുടെ അവശിഷ്ടങ്ങൾ കാനാൻ ദേശത്ത് സൂക്ഷിക്കപ്പെട്ടതുപോലെ തന്നെ നമ്മുടെ ആത്മാക്കള് ദൈവത്തിന്റെ അനന്തമായ കാനാൻ ദേശത്തേക്ക് എന്നുമായിട്ട് പറന്നെത്തുകയാണ്. എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും, അമ്മച്ചിയുടെ സ്നേഹം ലഭിച്ചിട്ടുള്ള എല്ലാവരോടും, അമ്മച്ചിയുടെ പ്രത്യേകിച്ചും ജീവിതത്തെ സായനത്തില് അമ്മച്ചിയെ ശുശ്രൂഷിച്ച എല്ലാവരോടും എൻ്റെ സ്നേഹവും വാത്സല്യവും എല്ലാം ഞാൻ അറിയിക്കട്ടെ. അമ്മച്ചിയുടെ ഒരു മകൻ ഞങ്ങൾ വൈദികരെക്കാൾ കൂടുതലായിട്ട് തന്നെ പലപ്പോഴും പല രാജ്യങ്ങളിൽ സഞ്ചരിച്ച് വചനത്തിന്റെ ആഴമായ മേഖലകൾ കണ്ടെത്തി സഭയുടെ സാമൂഹ്യ പഠനങ്ങളെ ഹൃദയസ്ഥമാക്കി അനേകം ആത്മാക്കളെ വിടുതൽ പ്രക്രിയയിലൂടെ വചനത്തിലേക്കും വചന വായനയിലേക്കും ദൈവത്തെങ്കിലേക്കും ദൈവരാജ്യത്തിലേക്കും അടുപ്പിക്കുന്നയാളാണ്. ഇവരെ ഓരോരുത്തരും, എനിക്കറിയാവുന്ന ഓരോരുത്തരും അവരുടേതായ ജീവിത പാതകളിൽ യേശുവിന് സാക്ഷി നൽകുന്നവരാണ്. ദൈവം അവരെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, തികഞ്ഞ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ എല്ലാവരും ഈ യാത്രയിപ്പ് പരിപാടിക്ക് വേണ്ടി വന്നിരിക്കുക, അമ്മച്ചി യാത്രയാക്കുവാനായിട്ട്. ദുഃഖസമ്മിശ്രമായ ഈ വേദിയിൽ മക്കളെ കരയുന്ന ഈ നിമിഷത്തിൽ നമുക്കെല്ലാവർക്കും ആശ്വസിക്കാം. നമ്മുടെ കർത്താവ് നോക്കുമ്പോൾ നടന്നുപോയി സ്വർഗീയമായ രാജ്യത്തിൽ പ്രവേശിച്ച് നമുക്ക് വേണ്ടി അവിടെ മുറികൾ കണ്ടെത്തിയതുപോലെ തന്നെ നമ്മുടെ ജീവിതങ്ങളും മറ്റുള്ളവരെ ഒരുക്കി ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് ആനയിക്കുവാനുള്ള കൃപാവരം ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി വാത്സല്യവും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ ദുഃഖത്തില്, നിങ്ങളുടെ പ്രാർത്ഥനയില്, നിങ്ങളുടെ ആശകളില്, നിങ്ങളുടെ നെടുവീർപ്പുകളില് ഞങ്ങളുമൊക്കെ ഉണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വ്യക്തിയോടെ നിന്ന് കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണം പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്തെ സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യപുറയ്ക്ക് തന്നെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിനിയാക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും
അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് നമ്മുടെ വിശ്വാസം ഏറ്റുപറയാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവപുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ടു. പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചതിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശ്വകത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, അങ്ങയുടെ കരുണകൾ അനുഗമിക്കുകയും അങ്ങയുടെ യാചിക്കുന്നതിന്റെ സർവേശ്വര. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചഴലിൽ നെടുവീർപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനും ഉയരും ഞാനാകുന്നു, കരയരു ദൈവം കരുണയുടന്തികമാർന്നഖിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ദാസിമാർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നിത്യമായ സൗഭാഗ്യത്തിലേക്ക് പ്രിയപ്പെട്ട അമ്മച്ചി ദൈവം അങ്ങയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പിതാവേ, ബഹുമാനപ്പെട്ട ശ്രേഷ്ഠ വൈദികരെ സിസ്റ്റേഴ്സ്, എല്ലാ സഹോദരന്മാരെയും, പിതാവിന് ഇത്രയും ജോലി തിരക്കുണ്ടായിരുന്നിട്ടും ഈ സമയത്ത് ഞങ്ങൾ വികാരങ്ങളെ പങ്കെടുക്കാൻ ഇവിടെ വരാൻ സാധിച്ചതിന് വളരെ നന്ദി പറയുന്നു. എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. അതോടൊപ്പം അമ്മയുടെ ജീവിതത്തെ ഞങ്ങൾ പ്രത്യേകിച്ച് കർത്താവിന് നന്ദി പറയുന്നു. 10 മക്കളെ പ്രസവിച്ച ഈ ഗർഭം, അവരെ മലകൂട്ടിയ സ്ഥലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് വലിയൊരു മാതൃകയാണ്. ഞങ്ങളുടെ ജീവിതത്തിന് വലിയൊരു മാതൃക. വിശ്വാസത്തിൽ വളർത്തിയ യേശയ്യായി പറഞ്ഞ പോലെ നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്ക് നോക്കുകയും വിശ്വാസം അങ്ങനെ പകർന്നു തരപ്പെടുന്ന ഒരു വലിയ രഹസ്യമാണെന്ന് വെളുപ്പിന് ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ അപ്പനും അമ്മയും